ഷണേ സാറിന്റെ കേസും മൂന്ന് സാറിന്റെ കേസൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ ഈ ഗ്രൂപ്പില് ഇതുപോലെ ജോലി സമയം കഴിഞ്ഞ് വളരെ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴും മനസ്സിലായ ബുള്ളറ്റില് 2 മണിക്കൊക്കെ നേരത്തെ ഇറങ്ങി പഠിക്കാൻ പോയിരുന്ന 2 സുഹൃത്തുക്കളും നമ്മുടെ കൂടെ ഉണ്ട്. ഒന്ന് ജോൺസൺ, പിന്നെ ഒന്ന് OS രാജൻ. അവർ 2 പേരും ഇതുപോലെ തന്നെ അവരുടെ ജോലി സമയം കഴിഞ്ഞ് പഠിക്കാൻ പോയി. പിന്നെ അത് വിദ്യാഭ്യാസം നേടിയ 2 പേരും കൂടി നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ട്. അവരെയും കൂടി ഈ മിലൻ നായന്റെ പേരിൽ ഞാൻ നോക്കുന്നു. മുമ്പ് കണ്ട ഒരു സിനിമയുണ്ട്, ജഗതി ശ്രീകുമാർ കാണുമ്പോൾ ഒരു ട്രാവലിംഗ് ഏജൻസി നടത്തുന്ന ആളാണ്. പുള്ളിക്കാരനുള്ള സിനിമയിൽ കാണുമ്പോഴത്തേക്കും ഒരു രോഗം വീഡിയോസൊക്കെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. വേറെ വന്നാണെങ്കിൽ രോഗം കത്തിക്കുന്നു ഇല്ല, ഇനി വേറെ ഏതെങ്കിലും പുതിയ സ്ഥലം പറ്റും ഉണ്ടോ, അവിടേക്കൊരു ട്രാവലിംഗ് ഏജൻസി തുടങ്ങാം, വിമാന സർവീസ് തുടങ്ങാമെന്ന് വെച്ച് ഇരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ ഏതാണ്ട് അതേ കണ്ടീഷനാണ് നമ്മുടെ ഷേണായിജിയുടെ. പുള്ളിക്കാരനിപ്പോൾ ഓരോരോ യൂണിവേഴ്സിറ്റികളും ഇങ്ങനെ അന്വേഷണം നടത്തേണ്ട കണ്ടീഷനാണ്. ഇനി പുതിയ കോഴ്സുകൾ ഉണ്ടോ, പുതിയ എടുക്കാൻ പറ്റുന്ന ബാക്കിയുണ്ടോ. ഏതായാലും ഇത്രത്തോളം 17 ഡിഗ്രിക്കും ഇനി എടുക്കാൻ പോകുന്ന കുറേ എണ്ണത്തിന് വേണ്ടി ഷേണായിയെ വർഗമായി അനുമോദിക്കുന്നു. കൂടുതൽ ചവിട്ടുവഴികൾ അനുസൂതം കയറാൻ ഇനിയും അനുഗ്രഹം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ പേര് പറഞ്ഞത് പൊതുവാള് വന്നില്ല, പിന്നെ ഗീവറീസ് വന്നില്ല, ജയിക്കപ്പ് വന്നില്ല, MK ജയിക്കപ്പ്. 2 പേർക്കിടെ പനിയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പൊതുവാളിൻ്റെ കാലെ മുട്ട് മാറ്റി വെച്ചതാണ്, അതിന് പ്രസിദ്ധിങ്ങളെന്ന് തോന്നുന്നു വന്നില്ലാന്ന് പറയണം. ഇതൊക്കെ താൽക്കാലികമായ പ്രശ്നങ്ങളാണ്. നമ്മുടെ അല്പം കൂടി ഗൗരവമുള്ള ആരോഗ്യസ്ഥിതി അനുഭവിക്കുന്ന 2 ആൾക്കാരെ വിവരം നിങ്ങളോട് പറയേണ്ടത് സാങ്കത്യമാണെന്ന് തോന്നുന്നു. ഒന്ന് നമ്മുടെ ശ്രീനിവാസ സാറിൻ്റെ കാര്യമാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം വയറിന് ഒരു ഓപ്പറേഷൻ നടത്തി അത് കഴിഞ്ഞുള്ള ചികിത്സകളും ബാക്കിയുള്ള കാര്യത്തൊക്കെ റിക്കവർ ചെയ്ത് ഒന്നും വിളിക്കുക പൂർണ്ണമായിട്ടായിട്ടില്ല. അതിനിടയ്ക്ക് കഴിഞ്ഞ മാസം അദ്ദേഹത്തിന് ജോണ്ടീസ് വന്നു. അപ്പോൾ പിന്നെ ജോണ്ടീസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ലീവറൊക്കെ തുളച്ച് അതിൻ്റെ ഡിസ്ചാർജ് കളയാനുള്ള ഏർപ്പാടാക്കാൻ അതല്പം വേദനയിലും ബുദ്ധിമുട്ടിലേക്കാണ്. എന്തായാലും ഇപ്പോൾ ആ ഒരു ഘട്ടം തരണം ചെയ്ത് നിൽക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെ ചില ഗുരുതരമായ നിലയിലൊരു ഘട്ടം പിന്നിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ BCS. ഏതാണ്ട് 14 ദിവസം മുമ്പ് ഉച്ചക്കിടന്ന് ഉറങ്ങി പതിവ് സമയത്ത് എഴുന്നേക്കാത്തപ്പോഴേ പോയി പിടിച്ചപ്പോൾ അങ്ങനെ നിന്നില്ല. തൊട്ടടുത്ത ഡിസ്പെൻസറി കൂടെ നോക്കി കഴിയുമ്പോഴേ അവർക്ക് അപകടമാണ്. കാരണം അവിടെ തന്നെ ജില്ലയിലെ വിദ്യാനായിട്ട് കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ ആ ഘട്ടത്തിൽ കണ്ട പ്രശ്നം ലോ ഷുഗറാണ്. ലോ ഷുഗർ എന്ന 50-നടുത്തേക്ക് എത്തി. പിന്നെ ഉടനെ തന്നെ അവരെ ICUയിൽ വെച്ചു. ഷുഗറൊക്കെ മേക്കപ്പ് ചെയ്ത് വന്നപ്പോഴത്തേക്കും പൊട്ടാഷ്യം കൂടുക, പൊട്ടാഷ്യം ബാലൻസ് ചെയ്യുമ്പോഴത്തേക്കും സോഡിയം കുറയുക. ഇത്തരത്തിലുള്ള ടോട്ടലി ഒരു അൺബാലൻസ്മെൻ്റ് ഇതാണ്. അവർക്ക് ICUയിൽ അതുപോലെ തന്നെ വെന്റിലേറ്ററിലൊക്കെ മാറി കുറേയധികം ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ജിസിക്കാർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അൺനോൺ കാരണങ്ങളുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അൺബാലൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ഇവിടെ കിടന്ന സമയം കളഞ്ഞിട്ട് കാര്യമില്ല, പൈസയും കളഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ പോകുമോ അല്ലെങ്കിൽ തൊട്ടടുത്തേക്കെങ്കിലും പാലിയേറ്റീവിൽ കഴിയുകയോ ചെയ്ത് എന്നുള്ള ഉപദേശത്തിൻ്റെ പുറത്ത് അത്താണിയിൽ നിന്ന് 10 കിലോമീറ്റർ മാളയിലേക്ക് പോകുന്ന പൂർത്തി ചെയ്യും. ആ സ്ഥലത്തൊരു സെൻറ്റ് ജോർജ് ഹോസ്പിറ്റലുണ്ട്, സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റല്. അവിടെ പാലിയേറ്റീവ് കെയറിലാണ് ഇപ്പോൾ ചന്ദ്രശേഖരൻ ഒരു ഡിഫിക്കൽട്ട് കണ്ടീഷനിൽ തന്നെയാണ് പോണത്. അദ്ദേഹത്തിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കലാപരിപാടികളാണ്. അതിനുശേഷം ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അങ്ങനെ ഇപ്പോഴൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയറ്റിൽ തീരുന്ന ആൾക്കാർ ഓരോരുത്തരെ അനുമോദന പ്രസംഗങ്ങൾ നടത്തും. അതിൻ്റെ കൂടുതൽ ജയിക്കുവിന് ഒരു അഡീഷണൽ ചുമതലയും കൂടിയുണ്ട്. അത്
ഞാൻ പറഞ്ഞോളാം. സോ ആദ്യമായിട്ട് മോഹനൻ നിങ്ങളോട് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. സന്തോഷം കോട്ടത്തെ പ്രത്യേകിച്ച് പല ആളുകളെ കാണുമ്പോൾ സന്തോഷമാണ് ഈ വീട്ടിലേക്ക് വരുന്നത്. പിന്നെ കുറച്ച് ആളുകൾ സെപ്റ്റംബർ മാസങ്ങളിൽ ഈ യോഗത്തിൽ സംബന്ധിക്കാൻ പറ്റി. അത് എല്ലാവരെയും കാണാൻ കഴിയുന്ന സന്തോഷം തന്നെയാണ്. ഒരുപാട് സാമൂഹിക പ്രോഗ്രാമുകൾ പങ്കെടുക്കാൻ പറ്റി. അത് സന്തോഷം നൽകുന്നതാണ്. പിന്നെ ഷാനയുടെ കാര്യം പറയുമ്പോൾ ഷാനായി ഞങ്ങൾ എഞ്ചിനീയറിംഗ് ഒരുമിച്ച് പഠിച്ചതാണ്. അത് കഴിഞ്ഞ് ഒരുമിച്ച് ജോയിൻ ചെയ്തു. കോഴ്സുകളും ഈ പറഞ്ഞ പോലെ ആദ്യം ഞാനും ഷാനായി 2-3 കോഴ്സുകളൊക്കെ തുടങ്ങി. MBA ഞങ്ങൾ കൃഷി ചെയ്തു. അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ റിസർച്ച് അതും ഞങ്ങൾ കൃത്യം ചെയ്തതാണ്. ഞങ്ങളത് മദ്രാസിലും കോയമ്പത്തൂരൊക്കെ പോയിട്ടാണ് പരീക്ഷ എഴുതിയിരുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് മതിയെങ്കിൽ ഞാനോട് നിർത്തി. ഞാൻ പിന്നെ ഷാനയുടെ കൂടെ കോഴ്സുകളൊന്നും പോയിട്ടില്ല. MCA എടുത്ത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. താല്പര്യം തോന്നിയില്ല എന്നുള്ളതാണ്. അന്നത്തെ സമയത്തൊക്കെ നമ്മളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മുടെ സീനിയർ ഓഫീസേഴ്സ് വളരെയധികം ഉണ്ടായിരുന്നു. എല്ലാവരും ലീവ് എടുത്ത് പോകുമ്പോൾ അതിനൊന്നും പ്രശ്നമായിരുന്നു. അന്ന് പിന്നീട് ഷാനായിക്കായിട്ട് എനിക്ക് പിന്നെ പല അനുഭവങ്ങളും നേരിട്ട് വന്നിട്ടുണ്ട്. എനിക്കറിയാം ഉള്ള കാര്യങ്ങളാണ്. അതുപോലെ മോശം പഠിക്കുന്ന കാര്യത്തിൽ അങ്ങനെ ഒരാളെ നിരുത്സാഹപ്പെടുത്തരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് അവരുടെ ഒരു കഴിവാണ്. അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും നല്ലതാണ്. ഭാവിക്കുന്ന തലമുറയ്ക്ക് ഗുണം കിട്ടുന്നതാണ്. എന്തായാലും ഷാനായിക്ക് പ്രത്യേകം അഭിനന്ദനം ഞങ്ങൾ അറിയാം. പിന്നെ ഈ യോഗം നന്നായി നടക്കുന്നു. എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്യണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. എന്നാലേ നമുക്ക് കാണാൻ പറ്റുന്ന അവസരങ്ങൾ പണ്ടാണെങ്കിൽ കല്യാണങ്ങൾ കൂടെ എല്ലാവരും